ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളില് ഒരു കുഞ്ഞുണ്ടായി ഒരു ഒരു വയസ്സൊക്കെ ആവുമ്പോഴത്തേനും അടുത്തൊരു കുട്ടി ഉണ്ടാവാന്ന് വിചാരിച്ചോ. അപ്പൊ അടുത്ത കുട്ടി ഉണ്ടാവുമ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിഷമായിരിക്കും ഈ പ്രഗ്നന്റ് ആയ അമ്മയ്ക്ക്. ഭയങ്കര വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സാവണേലേ ഉള്ളൂ, അപ്പോഴത്തേനും അടുത്ത കുട്ടി. മാനസികമായിട്ടൊക്കെ അമ്മയും അച്ഛനും ഒക്കെ നല്ല വിഷമത്തിലാവും. പക്ഷെ വീട്ടിലുള്ളവരോട് മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോ അവര് പറയും സാരില്ല, എന്തായാലും ആയില്ലേ, ഇനിയിപ്പോ നമുക്ക് വളർത്താം, രണ്ടും കൂടി ഒരുമിച്ച് വളർന്നോളും എന്ന് പറയും. അപ്പൊ പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തിട്ട് പിന്നെ നമ്മൾ അത് മുന്നോട്ടേക്ക് പോകും. മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു രണ്ടാമത്തെ കുട്ടീനെ ഒരു 7 മാസമൊക്കെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ തന്നെ മൂത്ത കുട്ടീനെ പതുക്കെ പതുക്കെ മാറ്റാൻ നോക്കും. പക്ഷെ ചില കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമായിരിക്കാം. ചിലവ ഈ കുട്ടി അമ്മയുടെ കൂടെ തന്നെ നിൽക്കും. ഇതൊക്കെ കഴിഞ്ഞ് പ്രസവം അടുത്ത കുഞ്ഞുണ്ടായി ഉടനെ അമ്മയും കുഞ്ഞൊക്കെ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് ഈ മൂത്ത കുട്ടീനെയും കൊണ്ട് അച്ഛനും അമ്മയും ആരെങ്കിലും ഒക്കെ വരുമ്പോ നമ്മൾ പറയുന്ന കുറേ വിവരമില്ലായ്മയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ കുട്ടിയെ എന്തോരം ബാധിക്കുമെന്ന് പോലും നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ പറയുന്നത് കണ്ടാ, മോനിപ്പൊ വേണ്ട, ദേ അമ്മയ്ക്ക് കുഞ്ഞു ഭാവേനെ കിട്ടി, മോൻ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോരേട്ടോ, മോൻ അച്ഛമ്മയുടെ അടുത്തേക്ക് പോരേട്ടോ, അല്ലെങ്കിൽ അച്ചാച്ചന്റെ കൂടെ കിടക്കാട്ടോ എന്ന്. ഇത് ഈ കുട്ടിക്ക് ഭയങ്കര വിഷമാവും. കാരണം 2 വയസ്സാവാറായ ഒരു കുട്ടി എന്ന് പറയുന്നത് എന്ത് തിരിച്ചറിവുള്ളത് ഒന്നുമില്ല. അതിന്റെ കൂടെ നമ്മളുടെ ഈ വിവരമില്ലായ്മയും കൂടി കൂടുതലാവുമ്പോ അതിന്റെ മനസ്സിന് എന്തോരം വിഷമം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് ഓടിച്ചെന്ന് പിടിച്ചൊക്കെ വലിക്കും, കളിക്കാം എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. അപ്പൊ ശരിക്കും വഴുക്ക് പറയും നമ്മള്. ഇനി നീ കൊച്ചിനെ തൊട്ട നിന്നെ കയ്യും കൊത്തും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയും. അപ്പോഴും ഇതിന് വിഷമായി, ഇത്രയും നാളും ഞാൻ മാത്രമേ വീട്ടില് എന്നെ മാത്രം അമ്മ നോക്കിക്കൊണ്ടിരുന്നെ എന്ന്. പിന്നെ ഈ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓപ്പറേഷനോ അല്ലെങ്കിൽ പ്രസവമൊക്കെ ആണെങ്കിൽ ഇത്തിരി വേദനയൊക്കെ ഉണ്ടാവും. അപ്പൊ കുട്ടീനെ അടുത്ത് വരാണ്ട് കുറച്ച് അകത്തും. കാരണം വെച്ചാൽ ചിലപ്പോ കൊച്ചു കയറി അങ്ങോട്ട് ചവിട്ട എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ വേദന വരുമല്ലോ എന്ന് ഓർത്ത്. അപ്പൊ അതിന്റെ കൂടെ ഈ വീട്ടിലുള്ള മറ്റുള്ള മുതിർന്നവര് കുറച്ച്, അവര് ചിലപ്പോ ആ കുട്ടി അവരുടെ അടുത്തേക്ക് അടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പറയണേ. പക്ഷെ അത് എത്ര കണ്ട കൊച്ചിനെ ബാധിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ആ കുട്ടിയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, കയ്യെ പിടിച്ച് കാലെ പിടിച്ചൊക്കെ വലിക്കുമ്പോൾ പറയണത്, മോനെ ഇവൻ വലുതായാലല്ലേ അല്ലെങ്കിൽ ഇവള് വലുതായാലല്ലേ മോന്റെ കൂടെ കളിക്കാൻ പറ്റുള്ളൂ, മോൻ അങ്ങനെ ചെയ്യല്ലേട്ടാ, അവള് വലുതാവട്ടെ, അല്ലെങ്കിൽ അമ്മ അവളെ വലുതാക്കിയാലല്ലേ മോന്റെ കൂടെ കളിക്കാൻ പറ്റുള്ളൂ, അമ്മ അവൾക്ക് പാലൊക്കെ കൊടുത്ത് അവളെ വേഗം വലുതാക്കട്ടെ, മോന്റെ കൂടെ സ്കൂളിൽ പോവണ്ടേ. അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണേന് പകരം നമ്മൾ മൊത്തം നെഗറ്റീവ് അങ്ങ് പറഞ്ഞു കൊടുക്കും കൊച്ചിന്. നമ്മൾ ചിലപ്പോ ഇതൊന്നും ഓർത്തിട്ടല്ല പറയണത്. എനിക്ക് തോന്നിയ പല പല സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അതിനൊരു മാറ്റം വരുത്തണം. ശരിയല്ലേ?